ഏകാന്തത ലാറ്റിൻ അമേരിക്കയുടെ ഒരു വലിയ ദാർശനിക പ്രശ്നം തന്നെയായിരുന്നു. ലാറ്റിൻ അമേരിക്കയുടെ ഒരു രൂപകം തന്നെയാണ് നോവലിലെ മാക്കോണ്ടോ എന്ന പ്രദേശം. മാക്കോണ്ട എന്ന ഗ്രാമത്തിൻ്റെയും അവിടുത്തെ ബിയൊന്തിയ എന്ന ഒരു കുടുംബത്തിൻ്റെയും 100 വർഷത്തെ ചരിത്രമാണ് മാർക്കസ് ഈ നോവലിലൂടെ അവതരിപ്പിക്കുന്നത്. മാജിക് റിയലിസത്തിൻ്റെ നിരവധി ഉദാഹരണങ്ങൾ, അതിന് മുഹൂർത്തങ്ങൾ ഒട്ടനവധിയുണ്ട്. ഏകാന്തതയുടെ 100 വർഷങ്ങൾ മാർക്കസിൻ്റെ അതിപ്രശസ്തമായ രചനയാണ്. അദ്ദേഹത്തിന് നൊബേൽ പ്രൈസ് നേടിക്കൊടുത്ത കൃതിയായിരുന്നു എന്ന് പറയാം. 1970 പ്രസിദ്ധീകരിക്കപ്പെട്ട ഈ നോവൽ. ഏകാന്തത ലാറ്റിൻ അമേരിക്കയുടെ ഒരു വലിയ ദാർശനിക പ്രശ്നം തന്നെയായിരുന്നു. അവർക്ക് നഷ്ടപ്പെടുന്ന, ലാറ്റിൻ അമേരിക്കൻ ജനതയ്ക്ക് നഷ്ടപ്പെടുന്ന ഏകാന്തത, അവിടുത്തെ ദുരന്തപൂർണമായ ജീവിതത്തിൽ രാഷ്ട്രീയ ഭീകരത നടമാടുന്ന സാഹചര്യത്തിൽ സ്വകാര്യ ജീവിതം നഷ്ടപ്പെടുകയും ഏകാന്തത നഷ്ടപ്പെടുകയും ചെയ്യുന്ന ജനങ്ങളുടെ വ്യഥയാണ്, ഒറ്റപ്പെടലിൻ്റെ ദുരന്തമാണ് മാർക്വേസ് ഈ നോവലിലൂടെ ആവിഷ്കരിക്കുവാൻ ശ്രമിച്ചത്. ലാറ്റിൻ അമേരിക്കയുടെ ഒരു രൂപകം തന്നെയാണ് നോവലിലെ മാക്കോണ്ടോ എന്ന പ്രദേശം. ഈ നോവൽ ഒട്ടേറെ തലങ്ങളുള്ള, അടരുകളുള്ള, ഒട്ടേറെ വ്യാഖ്യാന സാധ്യതകളുള്ള ഒന്നാണ്. നിരവധി മിത്തുകൾ കെട്ടുപണിഞ്ഞ് കിടക്കുന്ന നോവലാണ്. നാടോടിക്കഥകളും ഐതിഹ്യങ്ങളും ഒക്കെ നോവലിൻ്റെ ഭാവഘടനയ്ക്ക് സൗകുമാര്യം നൽകുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാവും. മാക്കോണ്ട എന്ന ഗ്രാമത്തിൻ്റെയും അവിടുത്തെ ബിയൊന്തിയ എന്ന ഒരു കുടുംബത്തിൻ്റെയും 100 വർഷത്തെ ചരിത്രമാണ് മാർക്കസ് ഈ നോവലിലൂടെ അവതരിപ്പിക്കുന്നത്. ജോസ് ആർക്കേഡിയോ ബിവൻറ്റിസ് ഭാര്യയോടൊപ്പം തൻ്റെ ഗ്രാമത്തിൽ നിന്നും യാത്ര തിരിക്കുന്നു. നാട് വിടുകയാണ്, ഒരു പ്രവാസം തുടങ്ങുകയാണ്. തൻ്റെ ബന്ധുവായിരുന്ന ഉർസുളയെ വിവാഹം ചെയ്ത് ഏറെ കഴിയും മുൻപ് ജോസ് ആർക്കേഡിയോ ഒരു കൊലപാതകം നടത്തുന്നു. അയാളെ ഷണ്ണൻ എന്ന് വിളിച്ച ഒരാളെ അയാളൊരു നേരിട്ടുള്ള യുദ്ധത്തിൽ കൊല്ലുന്നു. അതിനുശേഷം ഉള്ളൊരു പലായനമാണ്. അവർ വരുന്നത് ഒരു ചതുപ്പ് പ്രദേശത്ത് വന്ന് ഒരു പുഴയരികിൽ വിശ്രമിക്കുന്നു. രാത്രിയിൽ ഒരു സ്വപ്നം കാണുകയാണ്. ഒരു കണ്ണാടി നഗരം, ഒരു സ്വപ്ന നഗരം, മിറർ സിറ്റി എന്നാണ് സ്വപ്നത്തിൽ കാണുന്നു. ആ സ്വപ്നത്തിൻ്റെ പിന്നാലെ പോവുകയാണ് പ്രഭാതം മുതൽ ജോസ് ആർക്കേഡിയോ ബിവൻറ്റിസ്. അയാൾ ക്രമേണ അവിടെ ഒരു ചെറിയ നഗരം സ്ഥാപിക്കുന്നു. തൻ്റെ സ്വപ്നത്തിൽ കിട്ടിയ ആ സ്വപ്ന ദർശനത്തിൻ്റെ മാതൃക വെച്ചുകൊണ്ട് ഒരു നഗരം അവിടെ രൂപം കൊള്ളുന്നു, മാക്കോണ്ടോ. അവിടെ വളരെ ശാന്തമായ ജീവിതം അവർ നയിച്ചുകൊണ്ടിരുന്നു. പുറം പ്രദേശങ്ങളുമായിട്ട് ഒന്നും ബന്ധമില്ലാത്ത ഒരു ഉൾനാടൻ ഗ്രാമം. പുറത്തേക്കുള്ള വഴികൾ പോലുമില്ല, ഇങ്ങോട്ട് അധികം ആരും വരാറില്ല. കുറേ നാടോടികൾ ഒഴികെ അവിടെ അവർ കുടുംബജീവിതം ആരംഭിച്ച് അവർക്ക് 3 കുട്ടികളുണ്ടാവുന്നു. മൂത്ത ആളിൻ്റെ പേരും ജോസ് ആർക്കേഡിയോ എന്ന് തന്നെയാണ്. രണ്ടാമത്തവൻ അവനേറിയസ് ബിയൻറ്റിയ, പിന്നീട് കേണൽ അവനേറിയസ് എന്നറിയപ്പെടുന്ന ആൾ. മൂന്നാമത്തെ പെൺകുട്ടി അമരാന്ത. അവിടെ നാടോടികൾ വല്ലപ്പോഴൊക്കെ പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ, പുതിയ പുതിയ ഉപകരണങ്ങളൊക്കെ അവിടെ വിൽക്കാൻ വേണ്ടി വരാറുണ്ട്. കാന്തം, ഐസ്, ടെലസ്കോപ്പ് ഒക്കെ. മാക്കോണ്ട ക്രമേണ അവിടെ ഒരു ജനജീവിതം തന്നെ തുടങ്ങുകയാണ്. അയാളോടൊപ്പം കുറേ പേർ അയാളുടെ ഗ്രാമത്തിൽ നിന്നും കൂടെ അനുഗമിച്ചിരുന്നു. അവരും കുടുംബം ഒക്കെ ആയിട്ട് ഒരു ചെറിയ ജീവിതം, ഒരു ജനത, ഒരു സമൂഹം
ഇവിടെ രൂപപ്പെടുന്നു. ജോസ് ആർക്കേഡിയോ തൻ്റെ പര്യവേഷണം തുടർന്നുകൊണ്ടിരുന്നു. അയാൾ ആ പ്രദേശത്തിൻ്റെ ദുരൂഹതകൾ മാറ്റാൻ ശ്രമിക്കുന്നു. പുതിയ കണ്ടുപിടുത്തങ്ങൾക്ക് പിന്നാലെ പോകുന്നു. നാടോടികളുടെ പ്രധാനിയായിട്ടുള്ള മെൽക്കേഡ്സ് അയാളെ അതിന് പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു. ശാസ്ത്രീയമെന്ന് അയാൾ വിശ്വസിക്കുന്ന കണ്ടുപിടുത്തങ്ങളുടെ പിന്നാലെ പോവുകയും തൻ്റെ പരീക്ഷണശാലയിൽ തൻ്റെ സമയം ചെലവഴിക്കുകയും ചെയ്യുന്നു ജോസ് ആർക്കേഡിയോസ്. ഭാര്യയായ ഉർസുല കുടുംബത്തിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയും എല്ലാ പ്രതിസന്ധികളിലും കുടുംബത്തിൻ്റെ കൂടെ നിൽക്കുകയും ചെയ്യുന്നു. മൂത്ത മകൻ ജോസ് ആർക്കേഡിയ പിതാവിൻ്റെ എടുത്തുചാട്ടം ഒക്കെയുള്ള ആളാണ്. അയാൾ ഒരു നാടോടി പെണ്ണിൻ്റെ പിന്നാലെ കൂടെ നാട് വിടുന്നു. കുറേ കാലം കഴിഞ്ഞ് തിരിച്ചു വരുന്ന അവിടെ ദത്തെടുത്ത് വളർത്തിയിരുന്ന റെബേക്ക എന്ന പെൺകുട്ടിയെ വിവാഹം ചെയ്യുന്നു. ഒരു ലാൻഡ് ലോഡായിട്ട് മാറുന്ന ജോസ് ആർക്കേഡിയ പിന്നീട് വളരെ ദുരൂഹമായ സാഹചര്യത്തിൽ കൊല്ലപ്പെടുന്നു. അതിൻ്റെ ദുരൂഹത ഒരിക്കലും പരിഹരിക്കപ്പെടുന്നില്ല. രണ്ടാമത്തെ മകനായ അവനേരിയസ് കുറച്ചുകൂടെ അന്തർമുഖത്വമുള്ള ആളാണ്. അച്ഛൻ്റെ കൂട്ടിലുള്ള അന്വേഷണങ്ങൾ നടത്തുന്ന ജിജ്ഞാസുവായിട്ടുള്ള ആളാണ് അവനേരിയസ്. അവിടെ ക്രമേണ രാഷ്ട്രീയം ഉണ്ടാകുന്നു. രാഷ്ട്രീയ പാർട്ടികളും ഭരണകൂടവും ഉണ്ടാകുന്നു. മാർക്കണ്ടയിൽ പല ഭരണകൂടങ്ങൾ വരികയും പോവുകയും ചെയ്യുന്നു. ഇടയ്ക്ക് ബുയൻറ്റിയസ് കുടുംബത്തിൽ തന്നെ രണ്ടാം തലമുറയിൽപ്പെട്ട ആർക്കേഡിയോ, പുരുഷന്മാരുടെയൊക്കെ പേരുകളിന് ഏതാണ്ട് സമാനമായിരിക്കും. ഒന്നുകിൽ ആർക്കേഡിയോ എന്നുള്ള പേര്, അല്ലെങ്കിൽ അവനേറിയസ് എന്നുള്ള പേരായിരിക്കും. വളരെ നിഷ്ഠുരനായിട്ടുള്ള ഒരു സ്വേച്ഛാധിപതിയായിട്ട് മാറുന്നു ആർക്കേഡിയോ. എല്ലാ സ്വേച്ഛാധിപത്യത്തിൻ്റെയും പരിണതഫലം എന്നുള്ള രീതിയിൽ, അവസാനം എന്നുള്ള രീതിയിൽ അയാളെ വെടിവെച്ച് കൊല്ലുന്നു. ജനരോഷത്തിന് വിധേയനാകുന്നു ആർക്കേഡിയോ. മാക്കണ്ടോ ക്രമേണ ആധുനികതയുടെ കാലഘട്ടത്തിലേക്ക് പ്രവേശിക്കുന്നു. ആധുനികത ജനജീവിതത്തിലും ജനങ്ങളുടെ മനോഭാവത്തിലും മാറ്റങ്ങൾ ഉണ്ടാക്കുന്നു. ഒപ്പം വിദേശികൾ അവിടേക്ക് വരുന്നു. അവിടെ വാഴത്തോട്ടങ്ങൾ സ്ഥാപിക്കുന്നതിന് വേണ്ടി അമേരിക്കയിൽ നിന്നും ആൾക്കാർ എത്തുന്നു. മാക്കോണ്ടയ്ക്ക് അതുവരെ ഉണ്ടായിരുന്ന അസ്വസ്ഥത, ശാന്തത ക്രമേണ നഷ്ടമാകുന്നു. വാഴത്തോട്ടത്തിലെ തൊഴിലാളികളും തോട്ടം ഉടമകളുമായി ഒരു ആഭ്യന്തര കലഹം ഉണ്ടാകുന്നു. അത് മാർക്കസിൻ്റെ തന്നെ നാട്ടിൽ 1928 ഒരു ബനാന സ്ട്രൈക്കിനെ ഓർമ്മിച്ച് എഴുതിയ, അല്ലെ അതിൻ്റെ ഒരു പുനഃസൃഷ്ടി ആണ് എന്ന് കരുതാറുണ്ട്. യുണൈറ്റഡ് ഫ്രൂട്ട് കമ്പനി എന്ന കൊളംബിയയിലെ ആ സ്ഥാപനത്തിനെതിരെ, അവർ നടത്തിയ ചൂഷണത്തിനെതിരെ തൊഴിലാളികൾ നടത്തിയ പ്രക്ഷോഭവും സമരവും ആയിരക്കണക്കിന് ആൾക്കാരുടെ കൊലപാതകത്തിൽ എത്തി എന്നുള്ളത് ചരിത്ര രേഖയാണ്. ഇവിടെ അതുപോലെ ഈ പ്രക്ഷോഭത്തിൽ പട്ടാളത്തിൻ്റെ സഹായത്തോടെ തോട്ടമുടമകൾ, മുതലാളികൾ ആയിരക്കണക്കിന് തൊഴിലാളികളെ നിഷ്ഠുരം വധിച്ചു. ഏറെ കഴിയുന്നതിന് മുൻപ് ഒരു വലിയ പേമാരി, വർഷങ്ങൾ നീണ്ടു നിന്ന പെരുമഴ, 4 വർഷവും 11 മാസവും 2 ദിവസവും എന്നാണ് പറയുന്നത്. മാജിക് റിയലിസത്തിൻ്റെ ഉദാഹരണമായിട്ട് പറയാറുണ്ട്, കൃത്യമായിട്ട് പറയുകയാണ്. ആ മഹാമാരിയുടെ ഫലമായിട്ട് മാക്കണ്ടോ നശിച്ചുകൊണ്ടിരുന്നു. ഇതിനിടയിൽ ഉർസുല കുടുംബത്തിലെ പ്രതിസന്ധികളെയൊക്കെ അഭിമുഖീകരിച്ച് അതിനൊക്കെ പരിഹാരം തേടുവാൻ വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. എല്ലാവരെയും ഒരുമിപ്പിച്ച് കൊണ്ടുപോകാൻ അവർ പരമാവധി ശ്രമിച്ചു. ചില മുന്നറിയിപ്പുകൾ ഉർസുല തൻ്റെ കുടുംബാംഗങ്ങൾക്ക് നൽകിയിരുന്നു. ഒരു കാരണവശാലും അഗമ്യഗമനം പാടില്ല എന്നവർ മുന്നറിയിപ്പ് നൽകിയിരുന്നു. കാരണം അത് കുടുംബത്തിൻ്റെ നാശത്തിലേക്ക് എത്തുമെന്നുള്ള പ്രവചനം അവർക്കറിയാമായിരുന്നു. മഹാമാരിക്ക് ശേഷം മക്കണ്ട തകർന്നുകൊണ്ടിരുന്നു. അതിൻ്റെ പതനത്തിൻ്റെ ആരംഭമായിരുന്നു. ക്രമേണ അവിടുത്തെ അംഗങ്ങളൊക്കെ, മാക്കണ്ടയിലെ ജനങ്ങളും, മാക്കണ്ടയുടെ ചരിത്രം എന്ന് പറയുന്നത് ബിയോൻ്റെ കുടുംബത്തിലെ ചരിത്രം തന്നെയാണ്. ആ ബിയോൻ്റെ കുടുംബത്തിലെ അംഗങ്ങളൊക്കെ
പലരും ഇതിനുള്ളിൽ മരിച്ചു. ചിലർ കൊല ചെയ്യപ്പെട്ടു, ചിലരെ പ്രായമായി മരിച്ചു. മാർക്കണ്ഡയുടെ സ്ഥാപകനായ ജോസ് ആർക്കേഡിയോ ഭ്രാന്ത് പിടിച്ച് ഒരു മരത്തിൽ കെട്ടിയിടപ്പെടുന്നു, അവിടെ കടന്നു മരിക്കുന്നു. ഉർസുള തന്നെ ഉണങ്ങി ഒരു മുന്തിരിങ്ങ പോലെയായി എന്നാണ് പറഞ്ഞത്. അങ്ങനെയാണ് അവസാനം മരിക്കുന്നത്. മരിക്കുമ്പോൾ അവരുടെ പ്രായം എത്രയെന്ന് ആർക്കും ഒരു നിശ്ചയമില്ല. അവസാനം അംഗങ്ങളിൽ 2 പേര് മാത്രം അവശേഷിക്കുന്നു, ഒറീലിയോ അതുപോലെ അമരാന്ത ഉർസുള. 2 തലമുറയിൽപ്പെട്ടവരാണ്, അവർ ബന്ധുക്കളാണ്. അമരാന്തയുടെ അനന്തരവനാണ് ശരിക്കും ഒറീലിയോ. അവർ പ്രണയത്തിലാകുന്നു. അനന്തരവനാണെന്ന് അറിയാമായിരുന്നില്ല അമരാന്തയ്ക്ക്. കാരണം അയാളെ ജനിച്ചപ്പം മുതൽ അമ്മ പിഴച്ചു പറ്റതുകൊണ്ട് രഹസ്യമായിട്ട് വളർത്തുകയായിരുന്നു ഫെർണാൻഡ എന്ന മുത്തശ്ശി. അതറിയാതെയാണ് അമരാന്തയും അയാളുമായിട്ട് അനുരാഗത്തിലാകുന്നത്. അപ്പോൾ മാക്കണ്ടയിൽ വന്ന ബിയൻ്റെ കുടുംബത്തിൽ വന്ന ആ ഏകാന്തതയിൽ ഇവർ മാത്രം അവശേഷിച്ചിരിക്കുന്ന ആ അവസരത്തിൽ അവർ ഗമനം നടത്തുന്നു. അമരാന്ത പന്നിവാലുള്ള പിഗ് ടെയിലുള്ള ഒരു കുട്ടിയെയാണ് പ്രസവിക്കുന്നത്. അങ്ങനെ പ്രവചനം ഉണ്ടായിരുന്നു. അവസാനം പന്നിവാലുള്ള കുട്ടിയെ പ്രസവിക്കും, അഗമ്യഗമനം ഒഴിവാക്കണം എന്നൊക്കെ മുത്തശ്ശി പലതവണ കുടുംബാംഗങ്ങൾക്ക് മുന്നറിയിപ്പ് കൊടുത്തിട്ടുള്ളതാണ്. അതിനെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഈ ബന്ധം നടക്കുന്നതും അവിഹിത ബന്ധം നടക്കുന്നതും ഇങ്ങനെ അസാധാരണമായ രീതിയിലുള്ള ഒരു കുട്ടി ജന്മമെടുക്കുന്നതും. മാജിക് റിയലിസത്തിൻ്റെ അതിൻ്റെ ഉച്ചസ്ഥായിയിൽ നമുക്ക് പറയാം, ഈ കുട്ടിയെ ഉറുമ്പ് തിന്ന് ഇല്ലാതാക്കുന്നു. പ്രസവത്തോടുകൂടി അമരാന്ത മരിക്കുന്നു, ഒറീലിയോ അവശേഷിക്കുന്നു. മറ്റൊന്നിനുമല്ല, മാർക്കണ്ഡയുടെ ചരിത്രം വായിക്കുവാൻ. മാർക്കണ്ഡയുടെ ചരിത്ര രേഖ 100 വർഷങ്ങൾക്ക് മുൻപ് ആ നാടോടി മാൽക്കേഡ്സ് നൽകിയിരുന്നു. അത് ഇതുവരെ ആരും വായിച്ചു നോക്കിയിട്ടില്ല. ഒറീലിയോ അത് വായിക്കുന്നു, അത് വ്യാഖ്യാനിക്കുന്നു. ആ വ്യാഖ്യാനം, ആ വായന തീരുന്നതോടുകൂടി മാക്കണ്ഡ ഒരു സ്ലേറ്റിൽ നിന്നും ഒരു ഇറേസർ ഉപയോഗിച്ച് സ്ലേറ്റിൽ എഴുതിയതൊക്കെ മായ്ച്ച് കളയുന്നത് പോലെ മാക്കണ്ഡ നഗരം തന്നെ മായ്ച്ച് കളയപ്പെടുന്നു, അപ്രത്യക്ഷമാകുന്നു. അവസാനത്തെ വരി വായിച്ചു തീരുകയും മാക്കണ്ഡ മാഞ്ഞു പോകുന്നതും ഒരേ നിമിഷം സംഭവിക്കുന്നു. അതായിരുന്നു മാക്കണ്ഡയുടെ ചരിത്രം. അതായിരുന്നു ബിയോൻ്റെ കുടുംബത്തിൻ്റെ ചരിത്രം. ഇതിൽ ഏകാന്തത മിക്ക കഥാപാത്രങ്ങളും അനുഭവിക്കുന്നുണ്ട്. മെൽക്വീഡ്സ് എന്ന് പറയുന്ന ആ നാടോടി ഒന്നിലധികം പ്രാവശ്യം മരിക്കുന്നുണ്ട്. ആദ്യം അയാൾ സിംഗപ്പൂരിൽ വെച്ച് പനി പിടിച്ചു മരിക്കുന്നു. അത് കഴിഞ്ഞ് എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് തിരിച്ചു വരുന്നു. എന്നിട്ട് പറയുകയാണ്, എനിക്ക് ഏകാന്തത സഹിക്കാൻ കഴിയുന്നില്ല, അതാണ് ഞാൻ തിരിച്ചു വന്നതെന്ന്. വീണ്ടും അയാൾ മുങ്ങി മരിച്ചു കഴിയുമ്പോൾ ജനങ്ങൾ അയാളെ കുഴിച്ചിടുന്നു തിരിച്ചു വരാതിരിക്കാൻ വേണ്ടി. അപ്പോൾ ഏകാന്തത എല്ലാവരും ഉണ്ട്, എല്ലാവരും അനുഭവിക്കുന്നുണ്ട്. ആ ഏകാന്തതയിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി അവർ പ്രണയിക്കുന്നുണ്ട്, പലതും ചെയ്യുന്നുണ്ട്. പക്ഷേ ഏകാന്തത ഒരു ശാപം പോലെ അവരെ പിന്തുടരുന്നു. മരണം എന്ന ഏകാന്തത അവസാനം അവരെയൊക്കെ പുണരുകയാണ് ചെയ്യുന്നത്. മാജിക് റിയലിസത്തിൻ്റെ നിരവധി ഉദാഹരണങ്ങൾ, അതിന് മുഹൂർത്തങ്ങൾ ഒട്ടനവധിയുണ്ട്. ഇവിടെ പറയുന്നത് റെമീഡിയോസ് ദ ബ്യൂട്ടി എന്നൊരു കഥാപാത്രമുണ്ട്. അവരെ ഉടലോടെ സ്വർഗത്ത് പോകുന്നതായിട്ട് പറയുന്നു. അതുപോലെ 4 വർഷവും 11 മാസവും 2 ദിവസവും കൃത്യമായിട്ട് മഴ പെയ്തു എന്ന് പറയുന്നതിൽ അത്യുക്തിയുണ്ട്, അസാധാരണതയുണ്ട്. മഞ്ഞ നിറത്തോട് മാർക്കസ് പ്രത്യേക ആഭിമുഖ്യം നോവൽ കാണിക്കുന്നതായിട്ട് കാണാം. അതൊരു പ്രതീകമായിട്ട് എടുക്കാവുന്നതാണ്. മാറ്റത്തിൻ്റെ, നാശത്തിൻ്റെ, മരണത്തിൻ്റെയൊക്കെ പ്രതീകമായിട്ട് മഞ്ഞ നിറം. ഒരു കഥാപാത്രം മൗറീഷ്യോ എന്നൊരു കഥാപാത്രമുണ്ട്. അയാൾ നാടോടിയായിരുന്നു. അയാൾ ബിയൻ്റെ കുടുംബത്തിലെ ഒരു പെൺകുട്ടിയെ, മെം എന്നുള്ള പെൺകുട്ടിയെ പ്രണയിക്കുന്നു. അതിൽ നിന്നുമാണ് ഉർസുല ഉണ്ടാവുന്നത്.
ഈ മൗറീഷ്യോ പോകുന്നിടത്തൊക്കെ മഞ്ഞ ശലഭങ്ങൾ, മഞ്ഞ ചിറകുകളുള്ള ചിത്രശലഭങ്ങൾ അയാളെ പിന്തുടരുന്നു. മക്കണ്ടയുടെ സ്ഥാപകൻ ജോസ് ആർക്കേഡിയോ മരിച്ചു കഴിയുമ്പോഴേ പ്രകൃതി മഞ്ഞപ്പൂക്കൾ വർഷിക്കുകയാണ്. അപ്പോൾ മഞ്ഞയ്ക്ക് നാശത്തിൻ്റെ, മരണത്തിൻ്റെ ഒക്കെ പ്രതീകമായിട്ട് നോവലിൽ കടന്നു വരുന്നുണ്ട്. ഈ നോവല് പല രീതിയിൽ വ്യാഖ്യാനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. പല പുരാവൃത്തങ്ങൾ, പല ഐതിഹ്യങ്ങൾ, നാടോടിക്കഥകൾ നോവലിനെ നിറം പിടിപ്പിക്കുന്നുണ്ട്. ഇതിലെ മനുഷ്യ അവസ്ഥയെക്കുറിച്ചുള്ള വ്യാഖ്യാനങ്ങൾ നിരവധിയായുണ്ട്. അപ്പോൾ ഒരു പ്രദേശത്തിൻ്റെ കഥ പറയുന്നതിലൂടെ മക്കണ്ടോ എന്ന് പറയുന്നത് ഒരു ഈ ലോകത്തിൻ്റെ തന്നെ ഒരു സൂക്ഷ്മ രൂപം, ഒരു മൈക്രോകോസം എന്ന് പറയാവുന്നതാണ്. മാർക്കസിന് ഇഷ്ടപ്പെട്ട പല പ്രമേയങ്ങളും, അദ്ദേഹത്തിന് ഒഴിയാബാധയായിട്ടുള്ള പല വിഷയങ്ങളും ഇതിൽ കടന്നു വരുന്നുണ്ട്. പ്രണയവും രതിയും കൊലപാതകവും ഒക്കെയുണ്ട്. അപ്പോൾ അതൊക്കെ പലപ്പോഴും രതിയൊക്കെ, ലൈംഗിക ബിംബങ്ങളൊക്കെ ഒരു രചനാതന്ത്രമായിട്ട് തന്നെ ഇക്കിളിപ്പെടുത്തുന്ന വിഷയമായിട്ടല്ല, അത് കലാതന്ത്രമായിട്ട് ആണ് മാർക്കസ് ഉപയോഗിക്കുന്നത്. വളരെ ജീർണിച്ച സാഹചര്യങ്ങളെക്കുറിച്ചും സാമൂഹിക സന്ദർഭങ്ങളെക്കുറിച്ചൊക്കെ പറയുമ്പോൾ അദ്ദേഹം രതിബിംബങ്ങൾ ഒക്കെ ഉപയോഗിക്കാറുണ്ട്. ഏകാന്തയുടെ 100 വർഷങ്ങൾ മാർക്കസിൻ്റെ ഏറ്റവും പ്രശസ്തമായ കൃതിയാക്കി അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഇന്നും പുതിയ പാരായണ തന്ത്രങ്ങൾ ആ കൃതിയെ പുനർവായനയ്ക്ക് വിധേയമാക്കുന്നുണ്ട്. അത് ഒരുപക്ഷെ ഒരു ക്ലാസിക് ആയതുകൊണ്ടാകാം. ഒരു ദേശത്തിൻ്റെ കഥ പറഞ്ഞ മാർക്കസ് എല്ലാ ദേശങ്ങളുടെയും, ലോകത്തിൻ്റെ മുഴുവൻ കഥ അതിൽ ഒതുക്കി വച്ചിരിക്കുന്നു എന്ന് കാണുവാൻ കഴിയും.